ഓണമാവാറായി എന്ന ഓർമ്മപ്പെടുത്തലുമായി ചിങ്ങമാസം വന്നെത്തിയല്ലേ. ഒരു സേമിയ പായസം ഉണ്ടാക്കിയാലോ? അടിപൊളി ഒരു സേമിയ പായസത്തിൻ്റെ റെസിപ്പിയാണ്. ഞാനിതേണ്ട ഒരു 5 കവർ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. എക്സ്ട്രാ ഒരു ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ആഡ് ചെയ്യും കേട്ടോ. കാരണം പെട്ടെന്ന് ഒന്നും കരിഞ്ഞൊന്നും പോകാതിരിക്കാനാണ്, അഥവാ ഒന്ന് ഇളക്കാൻ മറന്നാലുമേ. ഇനി പാല് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും റോസ്റ്റ് ചെയ്ത് വെച്ച സേമിയയും കൂടെ ഇട്ട് കൊടുക്കണേ. ഇനി ഈ സേമിയ ഇങ്ങോട്ട് നല്ല വെന്ത് നല്ല തിക്ക് കൺസിസ്റ്റൻസി ആകുമ്പോഴത്തേക്കും നമ്മൾ ആവശ്യത്തിന് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്ലെയിം ഒന്ന് ലോ ആക്കിയതിന് ശേഷം മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കാൻ. ഒന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഉണ്ടല്ലോ, നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ചുക്ക്, ഏലക്ക, ചെറിയ ജീരകം ഒരു പാനിനകത്തിട്ട് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഒന്ന് പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കണം. നമ്മുടെ പായസത്തിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾ അത് ചേർത്ത് കൊടുക്കണം. ഇനി ഇതേണ്ട് ബട്ടറിനകത്ത് അല്ലെങ്കിൽ നെയ്ക്കകത്തോ നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് വറവ് കൂടെ ഇട്ട് കൊടുത്ത് അങ്ങ് കഴിച്ചാലുണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു ഓണത്തിന് ട്രൈ ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ല. കാരണം ഈ ഒരു ഓണം നമുക്ക് അത്ര വലിയ സന്തോഷമുള്ള ഒരു ഓണമൊന്നും അല്ലല്ലേ. കാരണം മനസ്സും ശരീരവും നാടും നഗരവും ഒക്കെ നമ്മുടെ വയനാടിനൊപ്പമാണ്. എങ്കിലും ക്യാമറയ്ക്ക് മുമ്പിൽ നമുക്കൊക്കെ ചിരിച്ചല്ലേ പറ്റൂ. ഇഷ്ടപ്പെട്ടു